السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. نحمده ونصلي ونسلم على رسوله الكريم. أما بعد, ദുആയെ കുറിച്ചുള്ള ഷെയ്ഖ് സൗദ് ഷുറൈബിൻ്റെ പ്രസംഗത്തിൻ്റെ പരിഭാഷയാണിത്. ഓക്കെ, അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇവിടെ നടക്കുന്നത്. إن الله جل شأنه إذا أراد بعبد خيرا ألهمه دعاءه والاستعانة به. إنه الدعاء, it's دعاء. ദുആനെ പറ്റിയാണ് നടത്തം. إن الله جل شأنه إذا أراد بعبد خيرا ألهمه دعاءه والاستعانة به. അള്ളാഹു ഒരു മനുഷ്യന് നന്മ ഉദ്ദേശിച്ചാൽ അള്ളാഹു അവന് ദുആ ചെയ്യാനുള്ള ചിന്ത കൊടുക്കും, അള്ളാഹുനോട് സഹായം തേടാൻ. ഇന്നല്ലാഹ, തീർച്ചയായിട്ടും അള്ളാഹു ജല്ല ഷഅനുഹു, അവൻ്റെ കാര്യങ്ങൾ മഹത്തരമായിരിക്കുന്നു, മഹോന്നതമായിരിക്കുന്നു. അത് അള്ളാഹുവിനെ വർണ്ണിച്ചതാണ്. ഇദാ അറാദ ബിഅബ്ദിൻ, ഇദാ അറാദ അവൻ ഉദ്ദേശിച്ചാൽ ബിഅബ്ദിൻ ഒരു അടിമക്ക് ഖൈറൻ ഒരു നന്മ ഉദ്ദേശിച്ചാൽ അൽഹമഹു അള്ളാഹു ആ അടിമക്ക് തോന്നിപ്പിക്കും ദുആഅഹു അവനോട് ദുആ ചെയ്യാൻ, വൽ ഇസ്തിആനത ബിഹി അവനോട് സഹായം തേടാനും. വേർഡ് ബൈ വേർഡ് പഠിക്കണം കേട്ടോ, എന്നാലും നമുക്ക് അറബിന്റെ കമ്പോസിഷൻ മനസ്സിലാവുള്ളൂ. وجعل استعانته ودعاءه سببا للخير الذي قضاه له كما قال عمر بن الخطاب رضي الله تعالى عنه إني لا أحمل هم الإجابة وإنما أحمل هم الدعاء فإذا ألهمت الدعاء فإن الإجابة معه. വജഅല അവൻ ആക്കുകയും ചെയ്യും, അൽഹമഹു അവൻ തോന്നിപ്പിക്കും, അതിനോട് ചേർന്നുണ്ട് വജഅല അവൻ ആക്കുകയും ചെയ്യും, ഇസ്തിആനതഹു വദുആഅഹു സബബൻ ലിൽ ഖൈരി അല്ലദി ഖളാഹു ലഹ്. ഈ ദുആയെ, അല്ലാഹുവിനുള്ള ദുആയെ, സഹായത്തേട്ടത്തെ സബബൻ കാരണമാക്കും, വജഅല ആക്കും, ഇസ്തിആനതഹു അവനുള്ള സഹായത്തേട്ടത്തെ, വദുആഅഹു അവനുള്ള ദുആയെ ആക്കും, സബബൻ കാരണമാക്കും, ലിൽ ഖൈരി അല്ലദി ഖളാഹു ലഹ് എന്താണോ അവന് വേണ്ടി വിധിച്ചത് ആ നന്മക്കുള്ള കാരണമാക്കും. കമാ ഖാല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഇന്നി ലാ അഹ്മിലു ഹമ്മൽ ഇജാബ, എനിക്ക് ഉത്തരം കിട്ടുമോ എന്ന് പേടിയില്ല. ഇന്നി തീർച്ചയായിട്ടും ഞാൻ, ലാ അഹ്മിലു ഞാൻ വഹിക്കുന്നില്ല, ഹമ്മൽ ഇജാബ ഉത്തരം കിട്ടുമോ എന്ന മനോദുഃഖം. ഹമ്മ് മനപ്രയാസം, മനോദുഃഖം നടത്തും. വ ഇന്നമാ അഹ്മിലു ഹമ്മദ് ദുആ, തീർച്ചയായിട്ടും ഞാൻ വഹിക്കുന്നത് ഇന്നമ അഹ്മിലു ഹമ്മദ് ദുആ, ദുആ ചെയ്യാൻ എനിക്ക് തൗഫീഖ് കിട്ടോ ഇല്ല, ഞാൻ ദുആ ചെയ്യുമോ എന്നുള്ളതാണ്. ഫഇദാ ഉൽഹിംതു ദുആ ഫഇന്നൽ ഇജാബത മഅഹ്, ഫഇദാ ഉൽഹിംതു ദുആ ദുആ ചെയ്യാനുള്ള തോന്നൽ എനിക്ക് വന്നാൽ ഫഇന്നൽ ഇജാബത മഅഹ് തീർച്ചയായിട്ടും ഉത്തരം അതിനോടൊപ്പം ഉണ്ട്. قال بعض السلف إذا كان كل خير أصله التوفيق وهو بيد الله لا بيد العبد فمفتاحه الدعاء والافتقار وصدق اللجأ والرغبة والرهبة إليه. قال بعض السلف, ചില മഹത്തുക്കൾ പറഞ്ഞു, മുൻഗാമികൾ പറഞ്ഞു, ബാദ് സം നർത്തം, قال بعض السلف ചില മുൻഗാമി എന്നാൽ പേരറിയാതെ മുൻപ് ഉദ്ധരിച്ചു നല്ലൊരു വാചകം പറയുന്നത് മാത്രം. إذا كان كل خير أصله التوفيق وهو بيد الله لا بيد العبد فمفتاحه الدعاء والافتقار وصدق اللجأ വറഗ്ബതു വറഹബതു ഇലൈഹി. ഓക്കെ, ഇവിടെ നോക്കാം, ഇത് നീണ്ട സെൻറ്റൻസാണ്, ചെറിയ ചെറിയ സെൻറ്റൻസുകൾ കൂടിയിട്ടുള്ള നീണ്ട സെൻറ്റൻസാണ്. എല്ലാ കാര്യങ്ങളും, ഇദാ കാന കുല്ലു ഖൈർ എല്ലാ നന്മകളും, അസ്ലുഹു അതിൻ്റെ അസ്ൽ തൗഫീഖ, തൗഫീഖാണെങ്കിൽ, കാന ഇതായിട്ട് വന്നാണ് തൗഫീഖ എന്ന് പറഞ്ഞത്, അത് ഇൻഷാ നിങ്ങൾ പഠിക്കും. വഹുവ ബിയദില്ലാഹ് അത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്, ലാ ബിയദിൽ അബ്ദ് അത് അടിമയുടെ കയ്യിലല്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം തൗഫീഖാണെങ്കിൽ, അതാവട്ടെ അള്ളാഹുവിൻ്റെ കയ്യിലാണ്, അടിമയുടെ കയ്യിലല്ലെങ്കിൽ, ഫമിഫ്താഹുഹു അപ്പോൾ അതിൻ്റെ താക്കോൽ അദ്ദുആ ദുആയാണ്, വൽ ഇഫ്തിഖാറു സാധുവാണെന്ന് കാണിക്കലാണ്, ഫഖറാണെന്ന് കാണിക്കലാണ് അള്ളാഹുവിന് മുമ്പിൽ, വസിദ്ഖുൽ ലജ സത്യസന്ധമായി മടങ്ങലാണ്, വറഗ്ബ ആഗ്രഹം പ്രകടിപ്പിക്കലാണ്, വറഹബതു ഇലൈഹി ആഗ്രഹവും പേടിയും, അവനിലേക്കുള്ള ആഗ്രഹം പേടി ഇതൊക്കെ അവനിലേക്ക് പ്രകടിപ്പിക്കലാണ്. ഇതാണ് അതിൻ്റെ താക്കോൽ. അപ്പോൾ കണ്ടീഷണൽ ക്ലോസ് ആണ്. ഓരോ നന്മയുടെയും താക്കോൽ തൗഫീഖ്, അടിസ്ഥാനം തൗഫീഖ് ആണെങ്കിൽ ആ തൗഫീഖ് അള്ളാഹുവിൻ്റെ കയ്യിലാണ്, അടിമയുടെ കയ്യിൽ അല്ലെങ്കിൽ അതിൻ്റെ താക്കോൽ ദുആയാണ്. ദുആയും സാധുവാണെന്ന് ആ രീതിയിൽ നമ്മൾ അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിക്കലും യഥാർത്ഥ രീതിയിൽ അള്ളാഹുവിലേക്ക് മടങ്ങലും, വറഗ്ബത്തു വറഹബത്തു ഇലൈഹി അവനിലേക്ക് ആഗ്രഹിക്കലും പേടിക്കലുമാണ്. റഗ്ബത്തു എന്ന് വായിക്കാം, ഇനി അല്ലെങ്കിൽ സിദ്ഖുൽ ലജഇ സത്യസന്ധമായ തേട്ടവും സത്യസന്ധമായ ആഗ്രഹം എന്ന രീതിയിൽ റഗ്ബത്തി റഹബത്തി എന്നും വായിക്കാം.
فمتى أعطى الله العبد هذا المفتاح فقد أراد أن يفتح له، ومتى أضله عن المفتاح بقي باب الخير مرتجا دونه. وقد قال النبي صلى الله عليه وسلم: ليس شيء أكرم على الله من الدعاء. رواه الترمذي وابن ماجه والحاكم. فمتى أعطى الله العبد هذا المفتاح ഫഖദ് അറാദ അൻ യഫ്തഹ ലഹ്. അള്ളാഹു ആർക്കെങ്കിലും ഈ താക്കോല് കൊടുത്താൽ, ദുആ എന്ന് പറയുന്ന താക്കോല് കൊടുത്താൽ അള്ളാഹുവിൻ്റെ ഖജനാവുകൾ അവന് തുറന്നു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്നർത്ഥം. ഫമത അഅത അല്ലാഹുൽ അബ്ദ്, എപ്പോഴാണ് അള്ളാഹു കൊടുക്കുന്നത് അടിമക്ക് ഹാദൽ മിഫ്താഹ്, ഈ താക്കോല്, ഫഖദ് അറാദ, എങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നു അൻ യഫ്തഹ ലഹ്, അവന് വേണ്ടി തുറന്നു കൊടുക്കാൻ. വമത അളല്ലഹു, എപ്പോഴാണ് അവൻ അള്ളാഹു തെറ്റിച്ച് കളഞ്ഞത് അനിൽ മിഫ്താഹി, താക്കോൽ ഇതിൽ നിന്നും താക്കോലും തെറ്റിച്ച് കളയുന്നത്, ബഖിയ ബാബുൽ ഖൈരി, ഖൈറിൻ്റെ കവാടം ആയിരിക്കും, മുർത്തജൻ ദൂനഹു, ഈ വ്യക്തിക്ക് അത് അടക്കപ്പെട്ടതായിരിക്കും എന്നർത്ഥം. വഖദ് ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ലൈസ ശൈഉൻ അക്റമ അലല്ലാഹി മിന ദുആ, ഒരു കാര്യവുമില്ല, ലൈസ ശൈഉൻ അക്റമ അലല്ലാഹ്, അല്ലാഹുവിൻ്റെ സന്നിധിയിൽ ആദരവുള്ള ഒരു കാര്യവുമില്ല, മിന ദുആഇ, ദുആയേക്കാളും, അല്ലാഹുവിൻ്റെ സന്നിധിയിൽ ദുആയേക്കാൾ ആദരണീയമായ ഒരു സംഗതിയുമില്ല. റവാഹു തിർമിദിയു ഫാഇൽ, തിർമിദി ഉദ്ധരിച്ചു, വബ്നു മാജത വൽ ഹാകിമു, ഇവരൊക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചു. فعلى المرء ألا يستكثر شيئا في الدعاء، فإن كل ما يظنه كثيرا فهو في ملك الله قليل، وكل ما يراه عسيرا فهو في جنب الله يسير. فعلى المرء، അപ്പോൾ ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്, فعلى المرء ألا يستكثر شيئا من الدعاء, ഒരു ദുആയും വലുതായി കാണരുത്. ഇത്രയൊക്കെ പഠിച്ചോന് തരാൻ പറ്റുമോ? അടുത്ത വർഷം ഹജ്ജിന് പോകണം റഹ്മാനെ, പൈസ ഇല്ലല്ലോ, എങ്ങനെ ഇത്രയും വലിയ കാര്യം അള്ളാഹു സാധിപ്പിച്ചു തരും എന്നും ചിന്തിക്കുക. ലാ യസ്തക്സിറ, വലുതായി കാണരുത്, അധികമായി കാണരുത്. ഷൈഅൻ മിന ദുആ, ഫഅലൽ മർഇ, അപ്പോൾ ഒരു മനുഷ്യന് നിർബന്ധമാണ്, അല്ല യസ്തക്സിറ, അവൻ വലുതായി കാണാതിരിക്കൽ, ഷൈഅൻ മിന ദുആ, ഒരു കാര്യത്തെയും ഒരു ദുആനെയും വലുതായി കാണണ്ട, അള്ളാഹുവിനെ തരാൻ എളുപ്പമാണ്. ഫഇന്ന കുല്ല മാ യളുന്നുഹു കസീറൻ ഫഹുവ ഫീ മുൽക്കില്ലാഹി ഖലീൽ, ഈ വ്യക്തി വലുതായി കാണുന്നതൊക്കെ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ചെറുതാണ്. ഫഇന്ന കുല്ല, തീർച്ചയായിട്ടും എല്ലാം, കുല്ലമാ യളുന്നുഹു, അവൻ വിചാരിക്കുന്ന എല്ലാം, കസീറൻ, കൂടുതലാണെന്ന് വിചാരിക്കുന്ന എല്ലാം, ഫഹുവ, അത്, ഫീ മുൽക്കില്ലാഹി, അള്ളാഹുവിൻ്റെ അധികാരത്തിൽ, ഖലീൽ, കുറഞ്ഞ സംഗതിയാണ്. വകുല്ലമാ യറാഹു അസീറൻ, അവൻ പ്രയാസമായി കാണുന്നതെല്ലാം, ഫഹുവ ഫീ ജംബില്ലാഹി യസീർ, അത് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ എളുപ്പമാണ്. അസീർ ബുദ്ധിമുട്ട്, യസീർ എളുപ്പം. ولقد صدق من لا ينطق عن الهوى صلوات الله وسلامه عليه حين قال: يد الله ملأى لا تغيضها نفقة سحاء الليل والنهار. الحديث رواه البخاري ومسلم. فهل أدركت نفسك يا ذا الحاجة الملهوفة؟ വലഖദ് സദഖ, തീർച്ചയായിട്ടും സത്യം പറഞ്ഞിരിക്കുന്നു, മൻ, ഒരു വ്യക്തി, ലാ യൻതിഖു അനിൽ ഹവ, സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കാത്ത വ്യക്തി സത്യം പറഞ്ഞിരിക്കുന്നു. അഥവാ നബി തങ്ങൾ പറഞ്ഞു, വലഖദ് സദഖ മൻ ലാ യൻതിഖു അനിൽ ഹവ സലവാത്തുല്ലാഹി വസലാമുഹു അലൈഹി ഹീന ഖാൽ, തങ്ങൾ പറഞ്ഞ സന്ദർഭം, ആ പറഞ്ഞത് സത്യമാണ്. യദുല്ലാഹി മൽഅ, അള്ളാഹുവിൻ്റെ കൈ നിറഞ്ഞിരിക്കുകയാണ്. ലാ തഗീളുഹാ നഫഖ, കൊടുത്താൽ കുറയുകയില്ല. സഹഉൽ ലൈൽ വന്നഹാർ, രാവും പകലും കണക്കില്ലാതെ ചെലവാക്കുന്നവനാണ്. സഹ, വളരെയധികം ഔദാര്യം ചെയ്യുന്നവനാണ്, ഉദാരത ചെയ്യുന്നവനാണ് അർത്ഥം. അൽ ഹദീസ് എന്ന് പറഞ്ഞാൽ ആ ഹദീസിൻ്റെ ബാക്കി പൂർണ്ണ രൂപം, അതിൻ്റെ ലാസ്റ്റ് വരെ നടത്താം. അൽ ഹദീസ് റവാഹുൽ ബുഖാരി വ മുസ്ലിം, ബുഖാരി മുസ്ലിം ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഫഹല്ല അദ്റക്ത, ഇതൊരു താക്കീദിൻ്റെ ശബ്ദമാണ്. ഫഹല്ല അദ്റക്ത നഫ്സക യാ ദൽ ഹാജതിൽ മൽഹൂഫ്, ആവശ്യക്കാരനായിരിക്കുന്ന ഗതിമുട്ടിയ മനുഷ്യ, എൻ്റെ സ്വന്തം ചിന്തിക്കാത്തത് എന്താണ്? ഓക്കെ, ട്രാൻസ്ലേഷൻ ഇൻഷാല്ലാഹ് നന്നായിട്ട് പഠിക്കുക. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.